CR മൂവി ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് വരഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ സൈക്കോ ത്രില്ലർ പടമാണ് നമ്മുടെ മമ്മൂക്ക നായകനാവുന്ന വില്ലനാവുന്ന കളങ്കാവ്. സിനിമയിൽ നായകനായി എത്തുന്ന പോലീസ് ഓഫീസർ വേഷത്തിലെത്തുന്ന വിനായകനാണ്. മുജീബ് മജീദാണ് സിനിമയിലെ മ്യൂസിക് ചെയ്യുന്നത്. അനൗൺസ് ചെയ്ത സമയത്ത് വലിയ ഹൈപ്പൊന്നുമുള്ള സിനിമ ആയിരുന്നില്ല കളങ്കാവൽ. അടുത്ത് പുറത്തു വന്ന ടീസറും ട്രെയിലറും കണ്ട ശേഷം വൻ ഹൈപ്പിലേക്ക് സിനിമ എത്തി. അടുത്തു വന്ന പാട്ടാണെങ്കിലോ അതിനും കിട്ടും. വേഗത്തിലെ പോലെ ഒരു പക്ക വില്ലനായിരിക്കും കളങ്കാവലിൽ മമ്മൂക്ക. മമ്മൂക്കയുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. സിനിമയുടെ ട്രെയിലറിൽ അവസാനം വരെയും വിനായകനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവസാനം ഒറ്റ ഷോട്ടിൽ മമ്മൂക്ക ഒരു പഫ് എടുത്ത് വട്ടം വിടുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സീൻ ഉണ്ടാക്കിയെടുത്ത് വരണം. എൻ്റെ മോനെത്തി. സിനിമയിൽ വരുന്ന മറ്റുള്ള കഥാപാത്രങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മീര ജാസ്മിൻ, രജിഷ വിജയൻ തുടങ്ങിയ ഒരുപാട് ലേഡി ക്യാരക്ടേഴ്സ് സിനിമയിൽ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇക്കയുടെ ഈ അടുത്ത് വരുന്ന ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും പുള്ളിയുടെ കാറിന് ഒരു പ്രത്യേക റെഫറൻസ് ഉണ്ട്. കാറുകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടാകും. കളങ്കാവലിൻ്റെ ട്രെയിലറിലും പലയിടങ്ങളിലായി മമ്മൂക്കയുടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഒരു കൊടൂരമായ സൈക്കോ ക്രിമിനലായിട്ടാണ് സിനിമയിൽ ഇക്ക എത്തുന്നത്. എന്തായാലും ഈ കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക തന്നെ തൂക്കും. അതിനുള്ള മുതലാണ് ഇതിലേക്ക് വന്നാൽ ക്രിമിനൽ ആയ കൊടൂര വില്ലൻ മമ്മൂക്കയെ പിടിക്കാൻ നടക്കുന്ന പോലീസ് ഓഫീസറായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. പെണ്ണുങ്ങളെ മാത്രം കൊലപ്പെടുത്തി രസിക്കുന്ന ഒരു വില്ലനാണെന്ന് തോന്നുന്നു മമ്മൂക്ക. ഈ കൊല്ലം ഇതുവരെ പുറത്തിറങ്ങിയ മമ്മൂക്ക സിനിമകളെല്ലാം നിരാശയായിരുന്നു. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേഴ്സ്, ബസൂക്ക തുടങ്ങിയ സിനിമകളൊക്കെ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളെല്ലാം ഉടൻ തന്നെ തുടങ്ങും. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയും ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഓഫ്ലൈനായി പ്രൊമോഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പടം ഇറങ്ങി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടി വരാൻ പോകുന്നൊരു ചോദ്യമാണ്, ഇനി പടം 100 കോടി തൂക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. മമ്മൂക്കയ്ക്ക് 100 കോടി നേടാനുള്ള കഴിവില്ലാത്തതിനല്ല, പുള്ളി ചൂസ് ചെയ്യുന്ന സിനിമകളെല്ലാം പെർഫോമൻസ് ബേസുള്ള സിനിമകളാണ്, പെർഫോമൻസ് ബേസുള്ള സ്ക്രിപ്റ്റുകളാണ്. എന്നിട്ട് ബ്രഹ്മയുഗം സുഖമായി 100 കോടി തൂക്കാൻ താങ്ങുള്ള സിനിമയായിരുന്നു. പക്ഷേ ക്ലാഷസ്, അതാണ് ബ്രഹ്മയുഗത്തിന് വിനയത്. ഫെബ്രുവരിയിലായിരുന്നു സിനിമയുടെ റിലീസ്, 2024 ഫെബ്രുവരി. കൂടെ റിലീസായ പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഇന്ത്യ മൊത്തം കത്തിയ പടങ്ങളാണ്. അതിനിടയിൽ പെട്ടതുകൊണ്ട് മാത്രം 100 കോടി കിട്ടാതെ പോയതാണ് ബ്രഹ്മയുഗത്തിന്. ഈ കളങ്കാവലിലേക്ക് വന്ന നല്ല രീതിയിൽ പ്രൊമോഷൻസൊക്കെ നടത്തി പടം ഇറങ്ങിയ സമയത്ത് പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ 100 കോടിയൊക്കെ പുഷ്പം പോലെ തൂക്കാം. ഈ വരുന്ന നവംബർ 27-നാണ് സിനിമയുടെ റിലീസ്. കൂടെ വലിയ ക്ലാഷ് റിലീസുകളൊന്നുമില്ല. കൊളുത്തിയ നല്ല അടിയടിക്കാൻ സാധ്യതയുണ്ട് പടം. ഈ അടുത്ത് പുറത്തു വന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ എൻ്റെ മോനെ എന്തൊരു സാധനം, അത് ഒരു വിൻറ്റേജ് തമിഴ് പാട്ടിൻ്റെ റേഞ്ച്. ആ ബീറ്റൊക്കെ ഒരു രക്ഷയില്ല, ലിറിക്സ് ഒക്കെ ചുമ്മാ തീതാണ്. ഇനി പാട്ട് സിനിമയിൽ പ്ലേസ് ചെയ്തത് കൂടി കറക്റ്റായി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് എത്തും. അതെല്ലാം മുതൽ ആ പാട്ട് തന്നെയുണ്ട്. പിന്നെ 100 കോടി ഒന്നും കിട്ടിയില്ലെങ്കിലും മമ്മൂട്ടി എന്ന നടൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കാണിച്ച് തരുന്ന പടമായിരിക്കും കളങ്കാവൽ. ഇപ്പോൾ മകൻ കാന്തയിൽ വന്ന് വൻ പെർഫോമൻസ് കാണിച്ച് വെച്ചേക്കണണ്ടില്ല എല്ലാവരും. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഈ കൊല്ലം മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമയിൽ മുൻപന്തി തന്നെയുള്ള സിനിമയാണ് കളങ്കാവ്. എന്തായാലും 27-ാം തീയതി വരും. ബാക്കി സ്ക്രീനിങ് എക്സൈറ്റ്മെൻറ്റ് പീക്കാണ്. പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 100 കോടി അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനാണ് പ്രൊമോഷൻസ്. മമ്മൂട്ടി കൂടി ഇറങ്ങി പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഇത്തവണ 100 കോടി വേണം. അത് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഫാൻസായ എല്ലാവരും, ഞാനടക്കം. എന്തായാലും ഇത്തവണ 100 കോടി ഉറപ്പാണ്. അതിനുള്ള മുതലുണ്ട് മക്കളെ. എന്തായാലും 27-ാം തീയതി തിയേറ്ററിൽ തന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കാണുന്നവരാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത്, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീണ്ടും വീഡിയോ ഉള്ള ഒരു ത്വര ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നല്ല. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും തോരക്കിടുന്ന സിനിമകളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കാനൊക്കെ നമ്മൾ വീണ്ടും വരും. ഓരോ സിനിമയുടെ ന്യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നല്ല വീഡിയോ വെച്ച് അവസാനിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.